पुराणानाम् आलयं करुणालयं नमामि भगवत्पादं शङ्करं लोकशङ्करं शङ्करं शङ्कराचार्यं केशवं बादरायणं सूत्रभाष्यकृतौ वन्दे भगवन्तौ पुनः पुनः। ईश्वरो गुरुरात्मेति मूर्तिभेदविभागिने व्योमवद्व्याप्तदेहाय दक्षिणामूर्तये नमः। सच्चिदानन्दरूपाय विश्वोत्पत्त्यादिहेतवे तापत्रयविनाशाय श्रीकृष्णाय वयं नुमः। ओम नमो ब्रह्मादिभ्यो ब्रह्मविद्या संवृताय कर्तृभ्यो वंशऋषिभ्यो महद्भ्यो नमो गुरुभ्यः। सर्वोपप्लवरहितः प्रज्ञानघनः प्रत्यगर्थो ब्रह्मैवाहमस्मि। ओम पूर्णमदः पूर्णमिदं पूर्णात् पूर्णमुदच्यते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते। ओम शान्ति शान्ति शान्तिः। हरिः ओम श्री गुरुभ्यो नमः। हरिः ओम। എല്ലാ സാധകർക്കും പ്രണാമം. ഹരി ഓം. ഓം നമോ നാരായണ. അഥ ശുക്ലയജുർവേദീയ കാണ്വശാഖ ബൃഹദാരണ്യക ഉപനിഷത്ത് പ്രഥമകാണ്ഡം മധുകാണ്ഡം ദ്വിതീയോധ്യായം ബ്രഹ്മവിദ്യാപ്രകരണം ചതുർത്ഥബ്രാഹ്മണം മൈത്രേയീ ബ്രാഹ്മണം പഞ്ചമമന്ത്രം വൈരാഗ്യ പ്രദർശന ഭാഗം. ആത്മാവാ നവാ അരേ സർവസ്യ കാമായ സർവം പ്രിയം ഭവതി ആത്മനസ്തു കാമായ സർവം പ്രിയം ഭവതി. ആത്മാവാ അരേ ദ്രഷ്ടവ്യഃ ശ്രോതവ്യഃ മന്തവ്യഃ നിധിധ്യാസിതവ്യഃ മൈത്രേയീ. ആത്മനോ വാ അരേ ദർശനേന ശ്രവണേന മത്യാ വിജ്ഞാനേന ഇദം സർവം വിദിതം. യാജ്ഞവൽക്യ മഹർഷിയുടെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് നമുക്ക് തുടരാം. മൈത്രേയീ ബ്രാഹ്മണം, ആ ആഖ്യായിക നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. മൈത്രേയിയോടായിക്കൊണ്ട് യാജ്ഞവൽക്യ മഹർഷിയാകുന്ന മഹാഗുരുനാഥൻ ബ്രഹ്മവിദ്യ ഉപദേശിക്കുന്നത് നമ്മളും ചുറ്റും ഇരുന്ന് കേൾക്കുകയാണ്. നമ്മൾക്കും കൂടെ വേണ്ടിയാണ് അദ്ദേഹം പറയുന്നത്. മൈത്രേയിയുടെ വിവേക വൈരാഗ്യ മുമുക്ഷുത്വാദി ഗുരു ഉപസത്തിക്കൊക്കെ അനന്തരം ബ്രഹ്മവിദ്യാ ഉപദേശം ആരംഭിച്ചു. നമ്മളത് കണ്ടിരുന്നു. ആത്മനസ്തു കാമായ സർവം പ്രിയം ഭവതി. ഈ ചരാചരത്തിലുള്ള സർവജീവാത്മാക്കളും അവനവനെയാണ് നിരുപാധികമായി സ്നേഹിക്കുന്നത്. ഞാനും എന്നെ തന്നെയാണ് മൈത്രേയി നിരുപാധികമായി സ്നേഹിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഇതിലും ഉയർന്നതായിട്ട്, ഇപ്പോഴുള്ള ജീവിതത്തിനേക്കാളും ഉയർന്നതായിട്ട് കേൾക്കാനില്ലേ? കേൾക്കണ്ടോ? കേൾക്കുന്നുണ്ട്. ഓക്കെ. നമോ നാരായണ. അത് ചിലപ്പോൾ ഇൻ്റർനെറ്റിൻ്റെ പ്രശ്നമായിരിക്കും. നിങ്ങൾ സദയം ക്ഷമിക്കുക. കേൾക്കാത്തവർ ക്ലാസ് കഴിഞ്ഞ് പറഞ്ഞാൽ ഞാൻ റെക്കോർഡിങ് അയച്ചു തരാം. നമോ നാരായണ. ഓക്കെ. അപ്പോൾ യാജ്ഞവൽക്യ മഹർഷി നമ്മളോടായിക്കൊണ്ട് പറഞ്ഞ് സർവ്വജീവരാശികളും നിരുപാധികമായ, ആ വാക്ക് എപ്പോഴും ഓർക്കണം, ഒന്നും പ്രതീക്ഷിക്കാതെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് അവനവനെ തന്നെയാണ് എന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ ഈ സ്നേഹം മനസ്സിലാക്കി, എന്താണ്, ഞാൻ ഈ വ്യവഹാരത്തിൽ നിന്ന് ഇത്രയും കാലം ഞാൻ എന്താണോ ചെയ്തത്, മഹാഗ്രഹസ്ഥൻ, മഹാഗുരു അല്ലേ, മഹാപാഠശാല നടത്തുന്നവൻ ഇത്യാദി ഇത്യാദി ഐഡൻറ്റിറ്റി ആയിരുന്നു എനിക്ക്. അതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഞാൻ പോവുകയാണ്. അപ്പോൾ മൈത്രേയി പറഞ്ഞു എനിക്കും അത് വേണം. അതിന് എന്തൊക്കെ ഉപായങ്ങളാണ് എന്ന് പറഞ്ഞു കൊടുക്കുകയായിരുന്നു. ആത്മാവാ അരേ ദ്രഷ്ടവ്യഃ ശ്രോതവ്യഃ മന്തവ്യഃ
നിധിധ്യാസിതവ്യ. ആത്മാവിനെ, ആത്മസാക്ഷാത്കാരമാണ് നിനക്ക് നേടേണ്ടത്. നിന്റെ ചോദ്യത്തിനുള്ള ഉത്തരം അതാണ് മൈത്രേയി എന്ന് പറഞ്ഞ് എങ്ങനെ നേടിയെടുക്കാം? അതിന് മുഖ്യ സാധന ശ്രവണം. സഹകാരി സാധനകൾ എന്തൊക്കെയായിരുന്നു? മന്ദവ്യ, നിധിധ്യാസിതവ്യ, ഉപാസനാദികൾ അല്ലേ? ഇവ മൂന്ന്. അപ്പോൾ ഉപാസന നമ്മൾ പലയിടങ്ങളിലായി കണ്ടു. ഇവിടെ എന്തുകൊണ്ട് മൈത്രേയി ബ്രാഹ്മണത്തിൽ ഉപാസന പറഞ്ഞു കൊടുക്കുന്നില്ല എന്നും നമ്മൾ ചിന്തിക്കണം. മൈത്രേയിക്ക്, ഇവിടെയുള്ള ശിഷ്യയ്ക്ക് ഈ സന്ദർഭത്തിൽ ഉപാസനയുടെ ആവശ്യമില്ല. കാരണം മൈത്രേയിയുടെ വിവേകവും വൈരാഗ്യവും ഒക്കെ പ്രദർശിപ്പിച്ചു കഴിഞ്ഞു. അങ്ങനെയുള്ള ഒരു അധികാരിക്ക് വീണ്ടും ഉപാസന ഗുരുനാഥൻ നിർദ്ദേശിക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കരുത് മൈത്രേയിക്ക് ഉപാസന പറഞ്ഞു കൊടുത്തില്ല, അതുകൊണ്ട് ഞാൻ ചെയ്യണ്ടല്ലോ, ഞാൻ ശ്രവണവും മനനവും ചെയ്താൽ പോരെയെന്ന്. അങ്ങനെ വിചാരിക്കരുത്. നമ്മൾ മൈത്രേയിയുടെ ഒരു അംശം പോലും അധികാരത്തിൽ എത്തിയിട്ടില്ല. ആ നമ്മൾക്ക് വേണ്ടി ഒന്നാമത്തെ അധ്യായം മുഴുവൻ ഉപാസന പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഉപാസന തുടർന്നുകൊണ്ടേ ഇരിക്കുക. കഴിഞ്ഞ ദിവസം പറഞ്ഞ ദൃഷ്ടാന്തം എപ്പോഴും ഓർക്കണം അല്ലേ? നമ്മൾ മുറിയിലേക്ക് കയറി വരുമ്പോൾ ലൈറ്റ് ഇടുന്നത്, ആ മുറിയോ അടുക്കളയോ എവിടെയായാലും ആയിക്കോട്ടെ അല്ലെ, എവിടെയാണോ നമുക്കൊരു കാര്യം ചെയ്യാം, എവിടെയാണ് ഏറ്റവും കൂടുതൽ അഴുക്കാകുന്ന സ്ഥലം? അടുക്കളയായിരിക്കും അല്ലേ? കാരണം അവിടെ എപ്പോഴും പാത്രം കഴുകാനുണ്ടാകും, ഭക്ഷണം പാകം ചെയ്യുന്നതിൻ്റെ ഒക്കെ പൊടികളൊക്കെ തെറിക്കും അല്ലേ? എപ്പോഴും കൂടുതൽ സമയം ക്ലീൻ ചെയ്യേണ്ട സ്ഥലം അടുക്കളയാണ്. അതുകൊണ്ട് അടുക്കള തന്നെ നിങ്ങൾ എടുത്തോളൂ അല്ലേ? അടുക്കളയ്ക്ക് പോകുമ്പോൾ ഓർക്കണം, ലൈറ്റ് ഇടുമ്പോൾ എന്താണ്? അതാണ് ശ്രവണം. ആ പ്രകാശമുണ്ടെങ്കിലേ ഇപ്പം നമ്മൾ വിചാരിക്കാം ഞാൻ പകലാണ് കുക്ക് ചെയ്യുന്നതെന്ന്. പകലും പ്രകാശം വേണം. അതാരാണ്? സൂര്യദേവൻ. സൂര്യദേവൻ പ്രകാശരൂപത്തിൽ അല്ലേ ഇവിടെ വ്യാപിച്ചിരിക്കുന്നത് കൊണ്ടാണ് എൻ്റെ കണ്ണുകൊണ്ട് എനിക്കത് കാണാൻ സാധിക്കുന്നത് അല്ലേ? അപ്പം ശ്രവണമാണ് മുഖ്യം. ആ പ്രകാശമുണ്ടെങ്കിലേ എല്ലാ കോർണറും ഞാൻ വൃത്തിയാക്കുള്ളൂ. എവിടെയാണ് പ്രകാശമുണ്ടെങ്കിൽ മാത്രമേ ആദ്യം എനിക്ക് എവിടെയൊക്കെ സ്ഥലങ്ങളാണ്, എന്തെല്ലാമാണ് അഴുക്കായി കിടക്കുന്നതെന്ന് പോലും തിരിച്ചറിയാൻ പറ്റുകയുള്ളൂ. അതിനുശേഷം ഓരോ സ്ഥലങ്ങളായുള്ള ആ ശുദ്ധീകരണം നമ്മൾ ഇന്നലെ കണ്ടിരുന്നു, സംസ്കൃത അന്ധക്കരണം. ആ ശുദ്ധീകരണ പ്രക്രിയയാണ് ഉപാസന, മനനം, നിധിധ്യാസനം. വീണ്ടും വീണ്ടും പറയുന്നത് അത്രയും പ്രാധാന്യമുള്ളത് കൊണ്ടാണ്. ഒരിക്കലും ഇത് മറന്നു പോകരുത്. നാരായണ. നമുക്ക് മടങ്ങി വരാം. നമ്മൾ കണ്ടിരുന്നു എന്താണ് ദ്രഷ്ടവ്യ കണ്ടു, ശ്രോതവ്യ കണ്ടു, മന്ദവ്യ കണ്ടു. മന്ദവ്യ എന്ന് വെച്ചാൽ മനനം വേണം. മനനം എന്തായിരുന്നു? യുക്തിയുക്ത ചിന്തനം. വീണ്ടും വീണ്ടും ചിന്തിച്ച് ബുദ്ധിയിൽ അത് ഉറപ്പിക്കുന്ന പ്രക്രിയയാണ് മനനം. നമ്മളൊക്കെ മറന്നു പോകും. കാരണം എന്താ? നമ്മുടെ ബുദ്ധിയിൽ അതില്ല, ഉറച്ചിട്ടില്ല. ഞാൻ കേൾക്കുന്നുണ്ട്, പക്ഷേ എൻ്റെ ബുദ്ധിയിൽ അത് ഉറയ്ക്കാത്തത് കൊണ്ടാണ് നമ്മൾക്ക് ഈ മറവി എന്ന വലിയൊരു സമസ്യയുള്ളത്, അല്ലെ പ്രതിബന്ധമുള്ളത്. ആ പ്രതിബന്ധം എന്തുകൊണ്ട് വരുന്നു? മറവി എന്ന പ്രതിബന്ധം ഉണ്ടാകുന്നത് ബുദ്ധിയിൽ ഉറയ്ക്കാത്തത് കൊണ്ടാണ്. അപ്പം ബുദ്ധിയിൽ ഉറപ്പിക്കലാണ് മനനം ചെയ്യുന്നത്. യുക്തിയുക്ത ചിന്തനം, മനനം. അപ്പോഴെന്താണ്? എൻ്റെ സംശയ വിപര്യങ്ങളൊക്കെ ഇല്ലാണ്ടായി പോകും. മനനത്തിൻ്റെ ഫലം സംശയ വിപര്യം അല്ലേ? ഞാനിത് തിരഞ്ഞെടുത്ത പാത ശരിയാണോ? അതാണ് ഏറ്റവും വലിയ സംശയം. എൻ്റെ ഇത്രയും കാലം ഞാൻ വന്നത് ശരിയായോ? വീട് വിട്ടൊക്കെ വന്ന് ഞാൻ ചെയ്തത് ശരിയാണോ? അതോ വലിയ മണ്ടത്തരായിപ്പോയോ ചെയ്തത്? കാരണം യൗവനമൊക്കെ നശിച്ചു, ഇനി എനിക്ക് ജോലി കിട്ടില്ല, അല്ലെ എനിക്ക് സമ്പാദിക്കാൻ പറ്റൂല അല്ലേ? അങ്ങനെയൊക്കെയുള്ള പല സംശയങ്ങളും വരാം. ആശ്രമത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിലും വലിയ ഈ പട പേടിച്ച് പന്തളത്ത് ചെല്ലുന്ന അവസ്ഥയാണെങ്കിലോ ആശ്രമത്തിൽ വരുമ്പോൾ, അപ്പോൾ അയ്യോ ഇവിടെ വന്നിട്ടും എനിക്ക് ദുഃഖമാണല്ലോ ഫലം, അപ്പോൾ ഞാൻ തിരഞ്ഞെടുത്ത പാത ശരി തന്നെയാണ്. അതാണ് ഏറ്റവും വലിയ സംശയം. പിന്നെ എന്താണ്? വിപര്യം. ഈ സംശയത്തിനെ വളർത്തുവാനായിട്ടുള്ള മറ്റ് സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും. അത് നമ്മുടെ പ്രാരാബ്ധം കൊണ്ട് വരും. അപ്പോൾ പ്രാരാബ്ധം അംഗീകരിക്കില്ല. അവരെന്നോട് ഇത് പറഞ്ഞു അല്ലേ, അവരിത് പറഞ്ഞു, ഇവരിത് ചെയ്തു അല്ലേ,
ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ. അപ്പം സാഹചര്യങ്ങളെ നമ്മൾ പഠിക്കും അല്ലേ? കണ്ടോ, ഈ പഠിക്കുകയൊന്നും ചെയ്യാതെ ഒരു ശ്രവണവും ചെയ്യാത്ത എത്ര പേരെ സുഖിയായിട്ടിരിക്കുന്നത്. ഞാൻ ഇത്രയൊക്കെ ഭഗവാനെ വിളിച്ച് പ്രാർത്ഥനയും സാധനയും ഒക്കെ ചെയ്തിട്ടും എനിക്ക് ദുഃഖമാണല്ലോ. അതാണ് വിപര്യം അല്ലേ? എപ്പോഴെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെയുള്ള ചിന്തകൾ കടന്നു പോയിട്ടുണ്ടാകാം. അതെന്തുകൊണ്ടാണ്? അത് വളർത്താതിരിക്കണമെങ്കിൽ നമുക്ക് മനനം വേണം. നിരന്തര ഈശ്വര ചിന്തനം. നമ്മൾ വിചാരിക്കരുത് മന്ത്രം കാണാതെ പഠിക്കുന്ന മനനമൊന്നും. ഒരിക്കലുമല്ല. നിരന്തരമായ ഈശ്വരനെ ചിന്തിക്കലാണ് മനനം അല്ലേ? ചിന്തനം ഏവ മനനം. നമ്മളത് കണ്ടു. ഇനി എന്തിനു വേണ്ടി? എൻ്റെ ബുദ്ധിയിലുള്ള ഈ സംശയങ്ങൾ മാറ്റാനായിട്ട്. നമുക്ക് അടുത്തതിലേക്ക് പോകാമെന്ന് വിചാരിക്കുന്നു. ഞാൻ ജസ്റ്റ് ഭാഷ്യം വായിക്കാം. എഴുതിയെടുത്തവർ ശ്രദ്ധിക്കുക, കൂടെ വായിക്കുക. നിധിധ്യാസനം നാമ അനാദി ദുർവാസനയാ. നിധിധ്യാസനം നമ്മൾ അതിലെ മൂന്നാമത്തെ പോയിന്റിലേക്കാണ് പോകുന്നത്. എന്തിന് നിധിധ്യാസനം എന്ന് പറയുകയാണ് ഭാഷ്യത്തിൽ. അനാദി ദുർവാസനയാ വിഷയേഷു ആകൃഷ്യമാണസ്യ, ദീർഘമുണ്ട്, ആകൃഷ്യമാണസ്യ ചിത്തസ്യ വിഷയേഭ്യോ ഉപകൃഷ്യ ആത്മവിഷയഃ സ്ഥൈര്യാനുകൂലഃ. സ്ഥൈര്യ അനുകൂലഃ ഒരുമിച്ച് പറയുമ്പോൾ സ്ഥൈര്യാനുകൂലഃ മാനസവ്യാപാരഃ അല്ലേ? അതിൻ്റെ അർത്ഥവും അവിടെയുണ്ട്. എളുപ്പമാണ്, നിങ്ങൾക്ക് വായിച്ചാൽ തന്നെ മനസ്സിലാകുന്ന വളരെ സരള സംസ്കൃതമാണത്. എന്താണ് നിധിധ്യാസനം എന്നാൽ? അനാദി ദുർവാസനയാണ്. അതായത് നമുക്കറിയില്ല എത്രമാത്രം ദുർവാസനകൾ നമ്മുടെ ഉള്ളിലുണ്ടെന്ന് അല്ലേ? പതിയെ പതിയെ പതിയാണ് അത് പൊങ്ങി വരുന്നത്. കാമമെന്ന ദുർവാസന, ക്രോധമെന്ന ദുർവാസന, വിജുഗുപ്സ എന്ന ദുർവാസന അല്ലേ? വിജുഗുപ്സ എന്താണ്? നമ്മൾ ഈശാവാസ്യത്തിൽ പഠിച്ചാണ് അല്ലേ? ജലസി, അസൂയ അല്ലേ? ഭയങ്കര സ്നേഹമായിരിക്കും ഒരാളുമായിട്ട്. പതിയെ പതിയെ എന്താ അയാൾ കുറച്ച് ഇതാകുന്നെന്ന് കാണുമ്പോൾ അതിൻ്റെ സഹപാഠി. നമ്മൾ ആശ്രമത്തിൽ എപ്പോഴും ഉണ്ടാകുന്നതാണ് ഈ വിജുഗുപ്സ. സ്വാമിജി എപ്പോഴും പറയും തഥോന വിജുഗുപ്സ. ചോദ്യം ചോദിക്കാന്ന് ചോദിച്ചത് ഗുരുനാഥൻ ചോദ്യം ചോദിക്കുകയാണ്. ഇപ്പോൾ എൻ്റെ സഹപാഠിയാണ് ഉത്തരം, ഗുരുവായി പറയുകയാണ്, ഉത്തരം പറയുക. അപ്പോൾ സ്വാമിജി കണ്ട് ഇത്രയും പേരിന്നിട്ടും കണ്ടുപഠിക്കുക, അങ്ങനെ എങ്ങാനും ഒരു വാക്ക് വന്നാൽ പിന്നെ തീർന്നു, പിന്നെ അദ്ദേഹമായിരിക്കും എല്ലാവരുടെയും ശത്രു. പിന്നെ രണ്ടാമതും പറഞ്ഞു, മൂന്നാമത്തെ ദിവസവും പിന്നെ അങ്ങനെ എന്താണ് നമ്മുടെ ഉള്ളിൽ അദ്ദേഹത്തിനോട് വെറുതെ ഒരു കാര്യമില്ല ഇങ്ങനെ തോന്നും. ഇയാൾ എന്താ ചെയ്യുന്നത്? സ്വാമിജിക്ക് എന്തോ പേഴ്സണലായിട്ട് സേവ ചെയ്ത് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെയോ ഉണ്ട്. അതുകൊണ്ടാണ് ഗുരുനാഥന് ഈ സഹപാഠിയോട് കൂടുതൽ സ്നേഹം. എന്നെ മൈൻഡ് ചെയ്യാറേയില്ല, എൻ്റെ അടുത്ത് ചോദ്യം ചോദിക്കാറേയില്ല. അപ്പം സ്വാമിജിയുടെ കുടിയേൽ പോയിട്ട് ചോദിക്കും, സ്വാമിജി എന്താ എൻ്റെ മുഖത്ത് നോക്കാത്ത ക്ലാസ് എടുക്കുമ്പോൾ, എൻ്റെ അടുത്ത് എന്താ ചോദ്യം ചോദിക്കാത്ത? ഇങ്ങനെയൊക്കെയുള്ള ചെറിയ നേഴ്സറി കുട്ടികൾ കാണിക്കുന്ന പോലെ അല്ലേ? നമ്മൾ വിചാരിക്കും ഇതൊക്കെ ചെറിയ നിസാര കാര്യമല്ലേ, പക്ഷെ ഇതൊക്കെ നമുക്ക് ഉണ്ടാകാം. അതാണ് ആ വാസന, അനാദിവാസന. ചെറിയ ചെറിയ കാര്യമാണ് ഞാൻ ഉദാഹരണം പറയുന്നത്. നമ്മുടെ ജീവിതം തന്നെ എടുത്താൽ അറിയാം എന്തൊക്കെ വാസനയാണ് നമുക്കുള്ളത്. അത് സാധനയ്ക്ക് തടസ്സമാണ് എന്ന് ഇവിടെ പറയുകയാണ്. അനാദി ദുർവാസന. ആ ദുർവാസനകളെ നശിപ്പിക്കലാണ് നിധിധ്യാസനം അല്ലേ? വിഷയേഷു അകൃഷ്യമാണസ്യ ചിത്തസ്യ എന്ന് വെച്ചാൽ എന്താണ്? ഭോഗവിഷയങ്ങൾ മനസ്സിലിങ്ങനെ അല്ലേ? കാമക്രോധാദി അല്ലെങ്കിൽ ആസുരി സമ്പത്തികൾ, അതൊക്കെ വാസന കൊണ്ടുണ്ടാകുന്നതാണ്. ആ ആസുരി സമ്പത്തി എൻ്റെ സാധനയ്ക്ക് തടസ്സമാകുന്നു. അതുകൊണ്ട് അതിനെ മാറ്റി മനസ്സിലെ ഈശ്വരനെ പ്രതിഷ്ഠിക്കലാണ് നിധിധ്യാസനം എന്നത്. നിധിധ്യാസനം നാമ അനാദി ദുർവാസനയാ വിഷയേഷു ആകൃഷ്യമാണസ്യ ചിത്തസ്യ വിഷയേഭ്യോ ഉപകൃഷ്യ ആത്മവിഷയക
സ്ഥൈര്യ അനുകൂല മാനസവ്യാപാര. എഴുതിയെടുത്തിട്ടില്ലെങ്കിൽ പിന്നീട് എഴുതിയെടുത്താലും മതി. നമുക്ക് മടങ്ങി വരാം നിധിധ്യാസനം എന്നത്. ഇനി നമുക്ക് മന്ത്രത്തിലേക്ക് വരാം. നമ്മൾ സാധാരണ പഠിക്കുന്നത് പോലെ പോകാം. ആത്മാവ അരേ ദ്രഷ്ടവ്യ നമ്മൾ കണ്ടു. ആത്മാവിനെ സാക്ഷാത്കരിക്കുക വേണം. ശ്രോതവ്യ, ആ സാക്ഷാത്കാരത്തിനുള്ള മുഖ്യ സാധന ശ്രോതവ്യ, ശ്രവണമാണ്. മന്തവ്യ, അതിനുള്ള സഹകാരി സാധനങ്ങളാണ് മന്തവ്യം എന്ന് വെച്ചാൽ മനനം ചെയ്യുക. മൂന്നാമത്തേത് സാധന, സഹകാരി സാധനയിൽ രണ്ടാമത്തത്, ആ ക്രമത്തിൽ മൂന്നാമത്തെ സാധന നിധിധ്യാസനം. നിധിധ്യാസനം എന്ന് വെച്ചാൽ ഈ ചിന്തനം ചെയ്തതിനെ ഊട്ടിയുറപ്പിക്കൽ. എന്താണോ ഞാൻ നിരന്തരം ചിന്തനം ചെയ്ത് അതിനെ ഊട്ടിയുറപ്പിക്കലാണ് നിധിധ്യാസനം. എനിക്കിനി വേറൊരു മാർഗം വേണ്ട, അല്ലേ? എനിക്കിത് തന്നെ, വരസ്തുമേ വരണീയസ്യമേവ, എനിക്ക് ഈ വരം മാത്രം മതി, മോക്ഷമാകുന്ന വരം മതി, വേറെ ഒന്നും വേണ്ടെന്നുള്ള ഫേം ഡിറ്റർമിനേഷൻ. അതെങ്ങനെ കിട്ടും? നിധിധ്യാസനത്തിലൂടെ കിട്ടും. നമ്മൾ മനനം ചെയ്ത് എത്തിപ്പെടുന്ന അവസ്ഥയാണ് നിധിധ്യാസനം എന്ന് പറയുന്നത്. അപ്പം നമ്മളൊക്കെ ഇപ്പോൾ മനനം എന്ന ഭാഗത്ത് എത്തിയിട്ടേ ഉള്ളൂ, അല്ലേ? അപ്പം നിരന്തരം ചിന്തനം ചെയ്ത് അതായി മാറലാണ്, അല്ലേ? മഹാത്മാക്കളൊക്കെ അങ്ങനെയല്ലേ? എങ്ങനെ സമാധിയിലേക്ക് പോകുന്നത്? ഈശ്വരനെ നിരന്തരം ചിന്തനം ചെയ്ത് അവരെത്തിപ്പെടുന്ന അവസ്ഥയാണ്. കാരണം എന്താ? ഈ ദുർവാസന എല്ലാം പോയി. അങ്ങനെ അന്ധക്കരണ സംസ്കൃതമായി അവർക്ക് വേറെ ഒന്നും വേണ്ട, അല്ലേ? ഇതിനെല്ലാം അവർക്ക് ഒന്നായി കാണാൻ സാധിക്കും. ആ അവസ്ഥയാണ് നിധിധ്യാസനം എന്ന് പറഞ്ഞു. ഇനി നമുക്ക് മന്ത്രം നോക്കുക. നിധിധ്യാസിതവ്യ. ഇനി അതിൻ്റെ ഡെഫിനിഷൻസ് പഠിക്കാം, വേണ്ടവർ എഴുതി വെക്കുക. നിധിധ്യാസനം എന്ന് വെച്ചാൽ ഒന്നാമത്തെ അർത്ഥം നിശ്ചയപൂർണ ചിന്തനം. നിശ്ചയപൂർണ ചിന്തനം നിധിധ്യാസനം എന്ന് വെച്ചാൽ. ഭാഷയൊക്കെ വിട്ടേര്, ഞാനത് പറഞ്ഞു എന്നേ ഉള്ളൂ. കുറച്ചുകൂടെ ലളിതമായിട്ട് സാധാരണ നമ്മൾ എഴുതുന്ന പോലെ എഴുതാം. നിശ്ചയ പൂർണ്ണ ചിന്തനം എന്ന് വെച്ചാൽ എന്താണ്? മനനത്തിലൂടെ നിരന്തരം ചിന്തനം ചെയ്തതിനെ നിശ്ചയിച്ചുറപ്പിക്കണം. അതാണ് നിധിധ്യാസനം. മനനത്തിലൂടെ നിരന്തരം ചെയ്തതിനെ, എന്താ ചെയ്തത്? മനനത്തിലൂടെ എന്താണോ ചിന്തിക്കുന്നത്. നമ്മൾ വിചാരിക്കരുത് ബ്രഹ്മവിദ്യ മാത്രമേ മനനം ചെയ്യാവുള്ളൂ, അങ്ങനെയൊന്നുമില്ല. ഇപ്പം എനിക്ക് ഒരാളെ വലിയ ഇഷ്ടമാണ്, അത് സ്ത്രീയോ പുരുഷനോ മൃഗപക്ഷ്യാദികളോ എന്തോ ആയിക്കോട്ടെ, ഞാൻ എന്ത് ചെയ്യും? നിരന്തരം ചിന്തനം ചെയ്യും ആ ഇഷ്ട വിഷയത്തെക്കുറിച്ചല്ലേ. ഒരു വ്യക്തിയാണെങ്കിൽ അവരെക്കുറിച്ച് ചിന്തനം ചെയ്യും, അവരെൻ്റെ അടുത്ത് പറഞ്ഞ കാര്യങ്ങൾ ചിന്തനം ചെയ്യും, അല്ലേ? അതാണ് മനനം. എന്നിട്ട് എന്താണ്? ആ ചിന്തിച്ച് അല്ലേ, ഞാൻ ആ വ്യക്തിയുമായി ഏകീഭവിക്കും. അല്ല, ഭഗവാനെ ചിന്തിച്ച് ഏകീഭവിക്കാറില്ലേ? അത് തന്നെ, അതാണ് നിധിധ്യാസനം. നമ്മൾ സാധാരണ പറഞ്ഞ സമാധി അവസ്ഥ. അപ്പോൾ അതാണ് നിശ്ചയപൂർണ്ണ ചിന്തനം. എന്താണോ മനനം ചെയ്തത്, നിരന്തരമായി മനനം ചെയ്തത്, അതിനെ ഉറപ്പിക്കലാണ് നിധിധ്യാസനം എന്ന അഭ്യാസം. അതിനെയാണ് പരിഭാഷയിൽ പറഞ്ഞാൽ നിശ്ചയപൂർണ്ണ ചിന്തനം എന്ന് പറയും. അടുത്തത് രണ്ടാമത്തെ ഡെഫിനിഷൻ നിസംശയേ അർത്ഥേ മനസ്സേ സ്ഥാപനം. മനസ്സിനെ നിസംശയേ അർത്ഥേ മനസ്സേ സ്ഥാപനം. നിസംശയേ അർത്ഥേ മനസ്സേ സ്ഥാപനം.
നിസംശയേ അർത്ഥേ മനസ്സേ സ്ഥാപനം. ഇതാണ് നിധിധ്യാസനം. രണ്ടാമത്തെ ഡെഫിനിഷനാണ്. എന്ന് വെച്ചാൽ എന്താണ്? ഒരു സംശയവുമില്ലാതെ എന്താണോ ഞാൻ ശ്രുതിയിൽ നിന്നും കേട്ടത്, അതിനെ ഞാൻ നിരന്തരം ചിന്തനം ചെയ്തത്, ആ അർത്ഥത്തിന് എന്താണ്? മനസ്സേ സ്ഥാപനം. മനസ്സിൽ സ്ഥാപനം ചെയ്യുക. സ്ഥാപനം ചെയ്യുക എന്ന് വെച്ചാൽ ഉറപ്പിക്കുക. എനിക്ക് വേറെ ഒന്നും വേണ്ട അല്ലേ? ആ ഉറപ്പിക്കൽ, അതാണ് നിധിധ്യാസനം. എങ്ങനെ ഉറപ്പിക്കാൻ പറ്റും? തീവ്ര മുമുക്ഷുത്വം ഉണ്ടെങ്കിലേ പറ്റുകയുള്ളൂ നമുക്ക്. നിസംശയേ അർത്ഥേ മനസ്സേ സ്ഥാപനം. എനിക്ക് സംശയമൊന്നുമില്ല അല്ലേ? പരമാത്മാവ് മാത്രമേ ഉള്ളൂ. ഈ കാണുന്ന മൂർത്തമായിട്ടുള്ളതിലും അമൂർത്തമായിട്ടുള്ളതും ഇതൊക്കെ മായയോടുകൂടി സൃഷ്ടിച്ചതാണ്. മായ എന്നത് ശാശ്വതമല്ല, അതുകൊണ്ട് സൃഷ്ടിയും ശാശ്വതമല്ല. ഞാനത് മനസ്സിലാക്കുന്നു. ഒന്നും ശാശ്വതമല്ല. എനിക്കൊരു സംശയമില്ല. അതാണ് നിസംശയേ. എനിക്കതിൽ ഒരു സംശയമില്ല. ഞാൻ തിരഞ്ഞെടുത്ത പാത, അതിലൊരു സംശയവും ഇല്ല. ആ ഊട്ടി ഉറപ്പിക്കലാണ് എന്താണ്? നിധിധ്യാസനം. സംശയമെല്ലാം അവസാനിപ്പിച്ചു അല്ലേ? വിവേകാനന്ദ സ്വാമിജി രാമകൃഷ്ണദേവന്റെ അടുത്ത് എത്തിയപ്പോൾ എന്തെല്ലാം സംശയങ്ങളായിരുന്നു അല്ലേ? നിങ്ങൾ ഈശ്വരനെ കണ്ടിട്ടുണ്ടോ എന്നാണ് വിവേകാനന്ദ സ്വാമിജി ഗർവത്തോടുകൂടി രാമകൃഷ്ണദേവന്റെ അടുത്ത് ചോദിച്ചത് അല്ലേ? നമുക്കൊക്കെ അറിയാവുന്നതാണ് ആ കഥ. രാമകൃഷ്ണദേവൻ പറഞ്ഞ എന്താ? നിന്നെ കാണുന്നത് പോലെ തന്നെ വ്യക്തമായി ഞാൻ ഈശ്വരനെ കാണുന്നു അല്ലേ? ആ ഗുരുവിന്റെ കടാക്ഷം കൊണ്ട് ആ നരേന്ദ്രന്റെ സംശയങ്ങളൊക്കെ മാറി അല്ലേ? സമാധിയിലേക്ക് പോവുകയായിരുന്നു. നമ്മളൊക്കെ അങ്ങനെയാണ്. അനേക സംശയങ്ങളുണ്ട്. പ്രധാന സംശയം അല്ലേ? ഞാൻ തിരഞ്ഞെടുത്ത പാത ശരിയാണോ ഇല്ലയോ അല്ലേ? എനിക്ക് അർഹതയുണ്ടോ മോക്ഷത്തിന് അല്ലേ? ഞാൻ ചെയ്യുന്ന സാധനകളൊക്കെ ശരിയാണോ? ഇത്യാദി ഇത്യാദി അനേക സംശയങ്ങൾ. അതിനെ മാറ്റും മനനം, നിധിധ്യാസനം, സാധനം. അപ്പം അതാണ് നിസംശയേ അർത്ഥേ മനസ്സേ സ്ഥാപനം. സംശയങ്ങളൊക്കെ മാറി ആ അർത്ഥത്തിൽ, അർത്ഥം എന്താണ്? ബ്രഹ്മസത്യം, പരമാത്മാവ് മാത്രമേ സത്യമായിട്ടുള്ളൂ. ആ അർത്ഥത്തിനെ മനസ്സിൽ ഉറപ്പിക്കലാണ് നിധിധ്യാസനം. ഇനി മൂന്നാമത്തെ അർത്ഥം എഴുതിക്കോളൂ. കേവലം വിപരീത ഭാവന നിവൃത്തി നിധിധ്യാസനം. കേവല വിപരീത ഭാവന നിവൃത്തി. കേവലം വിപരീത ഭാവന നിവൃത്തി, അതിനെയാണ് നിധിധ്യാസനം എന്ന് പറയുന്നത്. വിപരീത ഭാവന എന്ന് വെച്ചാൽ ദ്വന്ദ്വഭാവന. വിപരീതം എന്ന വാക്കിൻ്റെ അർത്ഥം ദ്വന്ദ്വം. ഞാൻ വേറെ, ഈശ്വരൻ വേറെ. ഒരിക്കലും എൻ്റെ അടുത്ത് ഭഗവാൻ വരില്ല. ഞാനൊരു അല്പജ്ഞൻ, ദുഃഖി, പാപി അല്ലേ? ഇത്യാദി എന്തൊക്കെയാണോ ദ്വന്ദ്വങ്ങളുള്ളത് നമ്മുടെ, അതിനെ എന്ത് ചെയ്യും? നിവൃത്തി, അതിനെ ഇല്ലാണ്ടാക്കും നിധിധ്യാസനം. മനനത്തിലൂടെ ചിന്തിച്ച് ഭഗവാൻ വേറെയല്ല, ഞാൻ വേറെയല്ല, സർവചരാചരത്തിലും ഒരേ ചൈതന്യമാണ് അല്ലേ? അത് സ്ത്രീ ആയിക്കോട്ടെ, പുരുഷനായിക്കോട്ടെ, മൃഗപക്ഷികളായിക്കോട്ടെ അല്ലേ? ക്രിസ്ത്യനായിക്കോട്ടെ, ഹിന്ദു ആയിക്കോട്ടെ, ജൂതനായിക്കോട്ടെ, ജൈനനായിക്കോട്ടെ അല്ലേ? ഏത് ചാർവാകനായിക്കോട്ടെ, ആരുമായിക്കോട്ടെ, അതിലെല്ലാം കുടികൊള്ളുന്ന ചൈതന്യം ഒന്നാണ് അല്ലേ? ആ ദ്വന്ദ്വഭാവം മാറാൻ പ്രയാസമാണ്. നമുക്കിതൊക്കെ പഠിക്കാനും പ്രത്യേകിച്ച് പറയാനും എളുപ്പമാണ്. പക്ഷെ നമ്മുടെ ഉള്ളിൽ നിന്ന് ഇത് പോകണം. സാഹചര്യം വരുമ്പോഴാണ് നമുക്ക് എത്രമാത്രം
ദ്വൈത ബുദ്ധിയുണ്ട്. അത് നീക്കം ചെയ്യണമെങ്കിൽ നിരന്തരം മനനം ചെയ്യണം. ആ മനനത്തിലൂടെ നമ്മുടെ ഈ വിപരീതങ്ങൾ മാറി നിധിധ്യാസനത്തിലേക്ക് എത്തിപ്പെടും. ഒരിക്കലും നിധിധ്യാസനം ഒരു ഗുരുവിനോ അല്ലെങ്കിൽ ഒരു ആചാര്യനോ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റൂല. മനനം വരെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. മനനം ചെയ്ത് 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 ശിഷ്യൻ പരിപാകമാകുമ്പോൾ തനിയെ എത്തപ്പെടുന്ന ഒരു അവസ്ഥയാണ് നിധിധ്യാസനം എന്ന്. പക്ഷെ എന്താ പ്രശ്നമെന്ന് വെച്ചാൽ അനേകം വിഘ്നങ്ങൾ അപ്പോഴുണ്ടാകും. അതാണ് ഇന്നലെ നമ്മൾ പഠിച്ച ആ വാക്ക് മറന്നു പോകരുത്, പ്രതിബന്ധം. സാധകനാണ് സാധാരണ ഈ വ്യവഹാരിയെ ലൗകികരെക്കാളും 100 ഇരട്ടി പ്രതിബന്ധം ഉണ്ടാകുന്നത് സാധകർക്കാണ്. കാരണം എന്തായിരിക്കും? ലക്ഷത്തിൽ ഒരാളെ സാധന ചെയ്യുള്ളൂ. അപ്പോഴെന്താണ്? അവരുടെ പ്രാരാബ്ധമൊക്കെ തീർക്കണ്ടേ? ആ പ്രാരാബ്ധം തീർക്കാനായിട്ട് ഒന്നിനു പുറകെ ഒന്നായിട്ട് പ്രതിബന്ധങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് നമ്മുടെ ഗുരു പരമ്പര പറയുന്നത് നിഷ്ഠ 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 എന്ന്. നിഷ്ഠയോടെ ചെയ്യണം അല്ലേ? നമ്മൾ ഒരു വീട്ടിലൊരു മാമ്പഴം ഉണ്ടായി അല്ലേ? അത് പഴുത്ത് കഴിഞ്ഞാൽ എവിടെ നിന്നാണെന്നറിയില്ല, കിളികൾ വന്ന് കൊത്തിക്കൊണ്ടേയിരിക്കും അല്ലേ? നമ്മൾ കാണാത്ത കിളികളായിരിക്കും വരിക. കാരണം അവരത് മണം പിടിച്ച് വരും അല്ലേ? അവർക്കത് ഇന്ന വീട്ടിൽ ഇന്ന മാവിൽ ഇന്ന കൊമ്പിൽ മാങ്ങ പഴുത്തിട്ടുണ്ട്. അപ്പോൾ അവർ വരും, കൊത്തി 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 അത് താഴെ ഇടും അല്ലേ? അവർ കഴിയും. അതാണ് പ്രതിബന്ധങ്ങൾ. അപ്പോൾ മാങ്ങ പഴുക്കാൻ കാത്തിരിക്കുകയാണ് കിളികൾ വരാൻ. അതുപോലെ തന്നെ നമ്മൾ സാധന അങ്ങോട്ട് നിഷ്ഠയോടെ ചെയ്യാൻ കാത്തിരിക്കുകയാണ് ഈ പ്രതിബന്ധങ്ങൾ വരാനായിട്ട്. അപ്പോൾ നമ്മൾ ഈ കൊത്തുകൊണ്ട് 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 താഴെ വീഴുക. അപ്പം എന്ത് ചെയ്യണം? നമ്മൾ കിളികൾ കൊത്താണ്ടിരിക്കാൻ നമ്മളതിന് കവചം കൊടുക്കണം. അതാണ് നിഷ്ഠയോടെയുള്ള ഉപാസനകൾ. അങ്ങനെ ചെയ്താൽ അവരെവിടെ എത്തും? നിധിധ്യാസനത്തിലെത്തും എന്ന് പറയുന്നു. അതാണ് വിപരീത കേവലം. കേവലം എന്ന് വെച്ചാൽ വിപരീത ഭാവന മാത്രമേ ഉള്ളൂ സാധനയ്ക്ക് തടസ്സം, മോക്ഷത്തിന് തടസ്സം. ആ ദ്വൈത ബുദ്ധി മാറ്റിത്തരും നിധിധ്യാസനം എന്ന് പറഞ്ഞു. അങ്ങനെ മൈത്രേയി നമ്മളിനി മടങ്ങി വരാം. ഇത് 3 പറഞ്ഞു കൊടുത്തു അല്ലേ? ദ്രഷ്ടവ്യ പറഞ്ഞു കൊടുത്തു, ശ്രോതവ്യ പറഞ്ഞു കൊടുത്തു, മുഖ്യ സാധന. അടുത്ത സഹകാരി സാധനകൾ ആദ്യം 1ാം അധ്യായത്തിൽ ഉപാസന കണ്ടു. 2ാം അധ്യായത്തിൽ 4ാം ബ്രാഹ്മണം 5ാം മന്ത്രത്തിൽ അടുത്ത സഹകാരി സാധനകൾ പറഞ്ഞു. മന്ദവ്യ നിരന്തര ചിന്തനം, നിധിധ്യാസിതവ്യ നിരന്തര ചിന്തനത്തിലൂടെ നിന്റെ ഈ സംശയങ്ങളൊക്കെ മാറി എത്തിപ്പെടും എവിടെ? നിധിധ്യാസനത്തിൽ. മൈത്രേയി മന്ത്രത്തിന്റെ അടുത്ത ഭാഗമേ മന്ത്രം ശ്രദ്ധിക്കുക. മൈത്രേയി അല്ലയോ മൈത്രേയി, ആത്മനോ വാ അരേ. യാജ്ഞവൽക്യ മഹർഷിയെ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. മൈത്രേയി ഇത് ഓൾറെഡി വിളിച്ചു കഴിഞ്ഞു. അപ്പം മൈത്രേയി ശ്രദ്ധിക്കണ്ടേ അല്ലേ? എന്നിട്ട് വീണ്ടും പറയുന്നു അരേ. ആ സ്നേഹം നോക്കൂ. അരേ മൈത്രേയി, നീ ശ്രദ്ധിക്കണേ 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 എന്ന് വീണ്ടും വീണ്ടും ഗുരു, ഉത്തമ ഗുരുവിനെ കാട്ടിത്തരികയാണ്. ഒരു 2 അക്ഷരങ്ങളേ ഉള്ളൂ. ആ 2 അക്ഷരത്തിൽ ആരാണ് മഹാഗുരു, എങ്ങനെയായിരിക്കണം ഗുരുനാഥൻ എന്ന് യാജ്ഞവൽക്യ മഹർഷി പരമ്പരകൾക്ക് ഉപദേശിച്ചു തരികയാണ്. അരേ ശ്രദ്ധിക്കണേ മക്കളെ എന്ന് യാജ്ഞവൽക്യ മഹർഷി പറയുകയാണ്. അപ്പൊ അരേന്ന് നമ്മളെ മൈത്രേയിന്ന് ഓൾറെഡി വിളിച്ചു കഴിഞ്ഞു. നിധിധ്യാസിതവ്യ എന്ന് പറഞ്ഞിട്ട് മൈത്രേയി എന്ന് വിളിച്ചു കഴിഞ്ഞു. ആത്മാവ അരേ. അപ്പൊ ആ അരേ ആർക്കായിരിക്കും? നമുക്കാണ്. അദ്ദേഹത്തിന് അറിയാം ഗുരുകുലത്തില് മൈത്രേയി മാത്രമല്ല ഇത് കേൾക്കുന്നത്, അദ്ദേഹം പോവാന്ന് എല്ലാവരും അറിഞ്ഞു. കാർത്യായനിയുണ്ട്, മറ്റ് ശിഷ്യന്മാരൊക്കെ അറിഞ്ഞു പോവാണെന്ന്. അപ്പൊ ഞാൻ പോകുന്നതിന് മുമ്പ് നിങ്ങളെല്ലാവരും കേൾക്കണം. അപ്പൊ ആ അരേന്നുള്ള വിളി ത്രേതായുഗം മുതൽ ഇന്ന്
മെയ് 22 വരെയുള്ള വിളിയാണത്. നാളെയും അത് തുടർന്നുകൊണ്ടേയിരിക്കും അല്ലേ? ദർശനേന മനസ്സിൽ ആ ഭാവന വരണം. യാജ്ഞവൽക്യ മഹർഷി നമ്മൾക്കാണ് പഠിപ്പിച്ചു തരുന്നത് അല്ലേ? നമ്മുടെ ഏതോ ജന്മത്തെ സുഹൃതം, ഗുരുപരമ്പരയുടെ അനുഗ്രഹം, മാതാപിതാക്കളുടെ അനുഗ്രഹം കൊണ്ടാണ് മഹാഗുരുവിനെ കിട്ടിയത്. ആ മഹത്വ ബുദ്ധിയോടുകൂടി നമസ്കാരത്തോടുകൂടി ഇരിക്കണം. ഹേ മൈത്രേയി, എന്ത് ചെയ്യണം? ആത്മനോ വാ ദർശനേന. ആത്മനോ വാ എന്ന് വെച്ചാൽ ആത്മസാക്ഷാത്കാരം എന്നത്, അമൃതത്വം എന്നത്, അമൃതത്വമാണ് മൈത്രേയി ചോദിച്ചത്. ആ അമൃതത്വം എന്നത് എന്താണ്? ദർശനേന, നിനക്ക് തീർച്ചയായും കിട്ടുന്നതാണ്. ഇപ്പൊ ദർശനേന എന്ന് വെച്ചാൽ എന്താണ്? സാക്ഷാത്കാരേണ. ദർശനേന എന്ന് വെച്ചാൽ നിനക്ക് ഉറപ്പായിട്ടും അമൃതത്വം കിട്ടും മൈത്രേയി അല്ലേ? അതില് ഒരു സംശയവും വേണ്ട. ദർശനേന നിനക്ക് സാക്ഷാത്കരിക്കാൻ സാധിക്കും. എങ്ങനെ? വീണ്ടും കണ്ടോ, റിപ്പീറ്റേഷൻ, പുനരാവർത്തി നോക്കൂ. എങ്ങനെ? അദ്ദേഹം ഓർമ്മിപ്പിക്കുകയാണ്. ശ്രവണേന, നീ മുഖ്യ സാധനയായി ശ്രവണം ചെയ്യണം. മത്യ എന്ന് വെച്ചാൽ മനനേന, നീ സഹകാരി സാധനയായി മനനം ചെയ്യണം. വിജ്ഞാനേന എന്ന് വെച്ചാൽ നിധിധ്യാസനേന, സഹകാരി സാധനയായി നിധിധ്യാസനം ചെയ്യ വേണം. എങ്കിൽ ഇതം സർവം എന്ന് വെച്ചാൽ എല്ലാം എന്നാണല്ലേ? ഇവിടെ സർവം എന്ന് വെച്ചാൽ എന്തായിരിക്കും അർത്ഥം? സാക്ഷാത്കാരം, മോക്ഷം, പുനരാവൃത്തി ഇല്ലാത്ത മോക്ഷം, ജീവൻ മുക്തി. സർവം എന്ന വാക്കിന്റെ അർത്ഥം ജീവൻ മുക്തി അല്ലേ? അതിനെ നിനക്ക് വിദിതം എന്ന വാക്കിന്റെ അർത്ഥം എഴുതിക്കോളൂ. പ്രാപ്തം. വിദിതം എന്ന വാക്കിന്റെ അർത്ഥം പ്രാപ്തം, നിനക്ക് പ്രാപിക്കാൻ സാധിക്കുന്നതാണ്. എന്ത്? സർവം വിദിതം. സർവം എന്ന് വെച്ചാൽ ജീവൻ മുക്തി. അപ്പം നമ്മൾ ഒരിക്കലും വ്യവഹാരാർത്ഥം എടുക്കരുത്. നമ്മൾ എല്ലാവർക്കും അറിയാം, നമ്മൾ അനേക കാലങ്ങളായി കേൾക്കുന്നതാണ്. എന്താണ് ഉപനിഷത്തിന്റെ രീതി? എങ്ങനെയാണ്? ഓരോ സന്ദർഭത്തിനനുസരിച്ച് അർത്ഥം മാറും. നിങ്ങൾ ആലോചിച്ച് വെക്കണം, 16-ാമത്തെ വയസ്സിലാണ് ഭഗവാൻ ശങ്കരാചാര്യ സ്വാമികൾ ബൃഹദാരണ്യ ഉപനിഷത്തിൻ്റെയും കൂടെ ഭാഷ്യം എഴുതി തീരുന്നത്. ആ ഭാഷ്യത്തിൽ ഭഗവത്പാദർ പറയുന്നതാണ് എന്താണ് യാജ്ഞവൽക്യ മഹർഷി സർവം എന്നതുകൊണ്ട് മൈത്രേയിയോട് പറഞ്ഞു കൊടുത്തത്. 16-ാമത്തെ വയസ്സിൽ ഭാഷ്യകാരൻ പറഞ്ഞു. നമ്മളൊക്കെ 16 വയസ്സിൽ കോലുമുട്ടായും കടിച്ച് നടക്കുകയാണ്. ആലോചിച്ച് നോക്ക്. അപ്പോൾ മഹാഭാഗ്യം, അതിൻ്റെ അർത്ഥം ഇപ്പോഴെങ്കിലും കേൾക്കാൻ സാധിച്ചു. അപ്പം ഭാഷ്യമുള്ളത് കൊണ്ടാണ് നമ്മൾക്ക് അതേ യാജ്ഞവൽക്യ മഹർഷി എന്താണോ മൈത്രേയിക്ക് പറയുന്നത് അതേപോലെ പോകാൻ സാധിക്കുന്നത്. അപ്പം ഭാഷ്യകാരനോടുമുള്ള കൃതജ്ഞത നമ്മളിൽ ഉണ്ടാകണം. ഇതം സർവം വിദിതം, നിനക്കിത് പ്രാപ്തമാകും, അമൃതത്വം പ്രാപ്തമാകും മൈത്രേയിക്ക്. അപ്പൊ സർവം വിദിതം എന്ന് വെച്ചാൽ അമൃതത്വം പ്രാപ്തം, ജീവൻ മുക്തി പ്രാപ്തം അല്ലയോ മൈത്രേയി എന്ന്. ഇനിയും ഈ പ്രാപ്തം എന്നുള്ള ഫലശ്രുതിയല്ലേ? അപ്പം ഇതം സർവം പ്രാപ്തം എന്നെ അവിടെ എഴുതിക്കോളൂ. ഫലശ്രുതി എന്ന്. ഫലശ്രുതി എന്ന് വെച്ചാൽ അറിയാലോ അല്ലേ? ഇതിന്റെ ഫലം ആരാണോ മുഖ്യ സാധന ശ്രവണം, സഹകാരി സാധന, ഉപാസന, മനനം, നിധിധ്യാസനം, ഈ വിധം ആ പാഠ്യപദ്ധതിയിലൂടെ തന്നെ യാത്ര ചെയ്താൽ അവർക്ക് എന്ത് ഫലം കിട്ടും? ഫലശ്രുതി പറഞ്ഞു തന്നു. ഇതം സർവം വിദിതം, നിനക്ക് എല്ലാം പ്രാപ്തമാകും അല്ലെ? ഏതൊന്നിനെ അറിഞ്ഞാലാണോ എല്ലാം അറിയുന്നത്, ആ അറിവ് നിനക്ക് കിട്ടും അല്ലെ? നമ്മൾ പഠിച്ചില്ല അത്. പഠിക്കാത്തവർക്ക് വേണ്ടി ഓർമ്മിപ്പിക്കാം. ചാന്തോക്യ ഉപനിഷത്തില്
ഉദ്ദാലക മഹർഷി ശ്വേതകേതുവിനോട് ചോദിച്ചു, 12 കൊല്ലം നീ എന്ത് പഠിച്ചു ശ്വേതകേതു? അപ്പൊ ഞാൻ അത് പഠിച്ചു ഇത് പഠിച്ചു എന്നൊക്കെ ഉദ്ദാലക മഹർഷിയായ പിതാവിൻ്റെ അടുത്ത് ശ്വേതകേതു പറഞ്ഞു. അപ്പോൾ ഉദ്ദാലക മഹർഷിക്ക് മനസ്സിലായി ഈ 12 കൊല്ലം വെറുതെ ആയി, നിനക്ക് ബ്രഹ്മവിദ്യ കിട്ടിയില്ലല്ലോ. അപ്പോൾ ഉദ്ദാലക മഹർഷി ഒരു ചോദ്യം ചോദിച്ചു, ഏതൊന്നിനെ അറിഞ്ഞാലാണോ എല്ലാം അറിയുന്ന ആ ഏകജ്ഞാനം നിനക്ക് കിട്ടിയോ? ഏകവിജ്ഞാനേന സർവവിജ്ഞാനം ഭവതി. അപ്പം ശ്വേതകേതു ഇങ്ങനെ വായും പൊളിച്ചിരുന്നു, അയ്യോ അത് മാത്രം എൻ്റെ ഗുരു പഠിപ്പിച്ചില്ല, ഞാൻ അല്ലാത്ത സർവവിദ്യകളും പഠിച്ചു. അപ്പോൾ ശ്വേതകേതുവിന് അങ്ങ് കുറവായിപ്പോയി. അയ്യോ ഇത് മാത്രം എനിക്കറിഞ്ഞില്ല, അപ്പം എൻ്റെ പിതാവിനറിയാം, എനിക്കറിയില്ല. പിതാവിനേക്കാളും കേമനാണെന്നാണ് ഞാൻ വിചാരിച്ചത്, ഞാൻ അല്ല. അപ്പം എനിക്ക് ആ അറിവ് വേണം എന്ന് പറഞ്ഞാണ് ഉദ്ദാലക മഹർഷിയോട് ചോദിക്കുന്നത് അല്ലേ. അത് തന്നെയാണ് ഇവിടെ ഏകവിജ്ഞാനേന സർവവിജ്ഞാനം. ഒന്നിനെ അറിഞ്ഞാൽ എല്ലാം അറിഞ്ഞ അറിവാകും. അതാണ് മോക്ഷം അല്ലേ. അത് ലഭിക്കും. അതാണ് ഇവിടെ യാജ്ഞവൽക്യ മഹർഷി പറയുന്നത്. സർവാത്മഭാവം ലഭിക്കും മൈത്രേയി നിനക്ക്. അത് തന്നെയാണ് അമൃതത്വം, അല്ലെങ്കിൽ ആത്മജ്ഞാനം, അല്ലെങ്കിൽ ആത്മപ്രാപ്തി ഇത്യാദി ഇത്യാദി പല വാക്കിൽ പറയുന്നതേ ഉള്ളൂ. നമുക്ക് അടുത്ത മന്ത്രത്തിലേക്ക് പോകാം. എല്ലാവരും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. കുറച്ചുകൂടെ ഭാഷയുണ്ട്, നിങ്ങൾ തനിയെ അത് വായിക്കുക അല്ലേ. ഞാൻ ജസ്റ്റ് ഒന്ന് ഭാഷ മാത്രം വായിക്കാം. നിധിധ്യാസനേച്ച മനനം ഹേതു അകൃത മനസ്സസ്യ അർത്ഥ ധാർഢ്യ അഭാവേന തദ്വിഷയേ നിധിധ്യാസന യോഗാത് മനനേച്ച ശ്രവണം ഹേതു ശ്രവണ അഭാവേ താൽപര്യ നിശ്ചയേന ശബ്ദജ്ഞാന അഭാവേന ശ്രുതാർത്ഥ വിഷയക യുക്തത്വ അയുക്തത്വ നിശ്ചയ അനുകൂല മനനയോഗാത് ഏതാനി ത്രീണി അപി ജ്ഞാനോ ഉത്പത്തോ കാരണാനി ഇതി കേചിത് ആചാര്യ ഊചിരേ. അതിൻ്റെ അർത്ഥവും ഞാൻ എഴുതിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ എന്താണ്? മനനം ചെയ്യാതെ അർത്ഥം ദൃഢമാവില്ല. കാരണം നമ്മൾ മറന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ആ മറക്കാണ്ടിരിക്കാൻ വേണ്ടിയാണ് മനനം. എന്താണോ ബ്രഹ്മവിദ്യ കേട്ടത് അത് നമ്മൾ ആരും ഒരിക്കൽ കേട്ട് ഉറപ്പിക്കാനുള്ള അത്ര ഉത്തമ അധികാരികളൊന്നുമല്ല. അപ്പം ആ മധ്യമരായ നമ്മൾക്ക് വേണ്ടിയാണ് ഗുരുനാഥൻ പറയുന്നത് നിരന്തരം ചിന്തനം ചെയ്യണം. അതാണ് പറയുന്നത്. അല്ലെങ്കിൽ ഈ പഠിച്ചതൊക്കെ വെറുതെ വെള്ളത്തിലെ വരയായി മാറും. ഇതുകൊണ്ട് ഫലം കിട്ടണമെങ്കിൽ, ഞാൻ ഈ ശ്രവണം ചെയ്തതുകൊണ്ട് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഫലമുണ്ടാകണമെങ്കിൽ അവനവൻ തന്നെ പ്രയത്നിക്കണം, ചിന്തനം ചെയ്യണം. അല്ലെങ്കിൽ അർത്ഥം ദൃഢമാകാതെ നിധിധ്യാസനം സാധ്യമല്ല അല്ലെ. മനനം ചെയ്ത് നമ്മൾ ഓട്ടോമാറ്റിക്കലി എത്തുന്നതാണ് നിധിധ്യാസനത്തിൽ. അപ്പം മനനം കംപ്ലീറ്റ് ആകാതെ എങ്ങനെ നമ്മൾ നിധിധ്യാസനത്തിലെത്തും? അതുകൊണ്ട് മനനം തീർച്ചയായിട്ടും ചെയ്യണം. ശ്രവണം കേൾക്കാതെ, ഗുരുമുഖാത് ശ്രവണമില്ലാണ്ട് വെറുതെ ഞാൻ അതും ഇതും ചിന്തിക്കരുത്. എന്താണ്? ആദ്യം ശ്രവണം ചെയ്യണം. ശ്രവണം എങ്ങനെയാണെന്നൊക്കെ നമ്മൾ പഠിച്ചിരുന്നു. ആചാര്യ ആഗമഹ ഇത്യാദി ലക്ഷണങ്ങളൊക്കെ പഠിച്ചു. അതിലൂടെ തന്നെ ശ്രവണം ചെയ്യണം. അങ്ങനെ ചെയ്ത് മനനം ചെയ്യണം. മനനം ചെയ്ത് നിധിധ്യാസനത്തിലെത്തും. അതാണ് അപരോക്ഷ ജ്ഞാനം, അതാണ് മോക്ഷം. അത് ആര് പറയുന്നു? ആചാര്യ ഊചിരേ. നോക്കൂ, ഇവരുടെയൊക്കെ ആ ഒരു മഹത്വം ഞാൻ പറയുന്നതല്ലെന്ന്. എൻ്റെ പൂർവ്വ ആചാര്യന്മാര് അല്ലേ, അതാണ് സമ്പ്രദായം എന്ന് പറയുന്നത്. ഒരിക്കലും ബ്രഹ്മവിദ്യ ഒരാളുടെ സ്വന്തമല്ല, അത് പരമ്പരയായി വരുന്നതാണ്. എൻ്റെ ആചാര്യന്മാർക്ക് ലഭിച്ച ആനന്ദം അവരെനിക്ക് പറഞ്ഞു തന്നു അല്ലേ, ഞാനും അത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു എന്ന് ഭാഷ്യത്തിൽ പറയുകയാണ്. അപ്പം നമ്മൾക്കും ആനന്ദം കിട്ടും. നമ്മളും അതേ പാതയിലൂടെ നമ്മുടെ ഇഷ്ടത്തിൽ വഴി സഞ്ചരിച്ചിട്ട് കിട്ടിയില്ലെന്ന് പരാതിപ്പെട്ടിട്ട് കാര്യമില്ല. അവർ പറയുന്ന അതേ പാതയിലൂടെ പോണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ആചാര്യ ഊചിര്. ആചാര്യന്മാര്, മഹാത്മാക്കള്, അവർ ഇതാണ് പറഞ്ഞു തന്നത്. അവർക്ക് ലഭിച്ച ആനന്ദവും ഇതാണ്. അപ്പം ആർക്കും കിട്ടും ഇത്.
ആർക്കും കിട്ടാത്ത ഒരു വസ്തുവല്ല. ഗൃഹസ്ഥനായിക്കോട്ടെ, സന്യാസി ആയിക്കോട്ടെ, സ്ത്രീ ആയിക്കോട്ടെ, പുരുഷനായിക്കോട്ടെ, ആർക്കും കിട്ടും. എങ്ങനെ പോകണം? സമ്പ്രദായത്തിലൂടെ വരണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് അടുത്തതിലേക്ക് പോകാം. മന്ത്രം 6, 6ാമത്തെ മന്ത്രം. അതിൻ്റെ ഹെഡിങ് എഴുതിക്കോളൂ. ഷഷ്ടമന്ത്രം ശ്രവണാംഗ മന്ത്രം. ശ്രവണ അംഗ മന്ത്രം. ശ്രവണത്തിനുള്ള അംഗം. ശ്രവണമാണ് മുഖ്യം. അംഗം എന്ന് വെച്ചാൽ മുഖ്യം. ശ്രവണാംഗ മന്ത്രം. അങ്കിയൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ല. അതായത് മരം അതിൻ്റെ മെയിൻ തടിയും ശാഖകൾ അല്ലേ. അപ്പം അംഗം എന്ന് വാക്കിൻ്റെ അർത്ഥം മെയിൻ എന്നാണ്. അങ്കി എന്ന് വാക്കിൻ്റെ അർത്ഥം ശാഖകൾ, ബ്രാഞ്ചസ്. അപ്പോൾ ഇവിടെ ശ്രവണാംഗം എന്ന് വെച്ചാൽ ശ്രവണമാണ് മുഖ്യം. അംഗം എന്ന വാക്കിൻ്റെ അർത്ഥം മുഖ്യം. ശ്രവണാംഗ മന്ത്രം എന്തിനു വേണ്ടി? അദ്വൈത സ്ഥാപനാർത്ഥം അസ്തി. ശ്രവണാംഗ മന്ത്രം അദ്വൈത സ്ഥാപനാർത്ഥം അസ്തി. അദ്വൈതത്തിനെ, നമ്മുടെ മനസ്സിലുള്ള ഈ രണ്ടെന്നുള്ള ഭാവത്തിനെ ഇല്ലാണ്ടാക്കാൻ വേണ്ടി. അദ്വൈത സ്ഥാപനാർത്ഥ അസ്തി. അസ്തി എന്ന് വെച്ചാൽ ആകുന്നു. ഈ മന്ത്രം സാധകരുടെ മനസ്സിലുള്ള ദ്വൈതത്തിനെ ഇല്ലാണ്ടാക്കാനായിട്ടുള്ള മന്ത്രമാകുന്നു. അതാണ്. ഒന്നുകൂടെ പറയാം. ശ്രവണാംഗ മന്ത്രം അദ്വൈത സ്ഥാപനാർത്ഥം അസ്തി. ശ്രവണാംഗ മന്ത്രം അദ്വൈത സ്ഥാപനാർത്ഥം അസ്തി. നമുക്ക് പദങ്ങൾ ഛേദിച്ച് മന്ത്രം ഒന്ന് പാരായണം ചെയ്യാം. വ്യാഖ്യാനം നാളെ കാണാം. ബ്രഹ്മത്തെ പരാധാത്. ബ്രഹ്മത്തെ പരാധാത് യോ അന്യത്ര ആത്മനഃ കോമ ബ്രഹ്മതം പരാധാത്. ബ്രഹ്മതം പരാധാത് യോ അന്യത്ര ആത്മനഃ കോമ ബ്രഹ്മവേദ. ബ്രഹ്മവേദ. ക്ഷത്രം തം പരാധാത് യോ അന്യത്ര ആത്മനഃ ക്ഷത്രം വേദ കോമ ക്ഷത്രം തം പരാധാത് യോ അന്യത്ര ആത്മനഃ ക്ഷത്രം വേദ. ലോകാഃ തം പരാദ്യുഃ. ലോകാഃ ബഹുവചനം ആയോണ്ടാ. ലോകാഃ ലോകങ്ങളെ. തം പരാദുര്യുഃ. ലോകാഃ തം പരാദുര്യുഃ യോ അന്യത്ര ആത്മനഃ ലോകാൻ വേദ കോമ യോ അന്യത്ര ആത്മനഃ ലോകാൻ വേദ. ദേവാഃ തം പരാദുര്യുഃ യോ അന്യത്ര ആത്മനഃ ദേവാൻ വേദ കോമ ദേവാഃ തം പരാദുര്യുഃ യോ അന്യത്ര ആത്മനഃ ദേവാൻ വേദ കോമ ഭൂതാനി തം പരാദുര്യുഃ യോ അന്യത്ര ആത്മനഃ ഭൂതാനി വേദ കോമ ഭൂതാനി തം പരാദുര്യുഃ യോ അന്യത്ര ആത്മനഃ ഭൂതാനി വേദ. സർവം തം പരാധാത്. സർവം തം പരാധാത് യോ അന്യത്ര ആത്മനഃ സർവം വേദ കോമ ഇദം ബ്രഹ്മ ഇദം ക്ഷത്രം ഇമേ ലോകാഃ ഇമേ ദേവാഃ ഇമാനി ഭൂതാനി ഇദം സർവം യദയം ആത്മാ. സർവം വേദ ഇദം ബ്രഹ്മ ഇദം ക്ഷത്രം ഇമേ ലോകാഃ ഇമേ ദേവാഃ ഇമാനി ഭൂതാനി ഇദം സർവം യദയം ആത്മാ. ഒരുമിച്ച് പാരായണം ചെയ്യാം. ഇത് കാണാണ്ട് പഠിക്കാൻ സാധിച്ചാൽ കാണാണ്ട് പഠിക്കുക. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മന്ത്രമാണ്.
അല്ലെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെ ഒരാഴ്ചയിൽ ഒന്നെങ്കിലും ഇതൊന്ന് പാരായണം ചെയ്യുക. ഒരുമിച്ച് പാരായണം ചെയ്യുക, എല്ലാവരും കൂടെ ചൊല്ലുക. ഷഷ്ടമന്ത്രം. ബ്രഹ്മതം പരാദാത് യോ അന്യത്രാത്മനഃ ബ്രഹ്മവേദ ക്ഷത്രം തം പരാദാത് യോ അന്യത്രാത്മനഃ ക്ഷത്രം വേദ ലോകാഃ തം പരാധുര്യുഃ യോ അന്യത്രാത്മനഃ ലോകാൻ വേദ ദേവാഃ തം പരാധുര്യുഃ യോ അന്യത്രാത്മനഃ ദേവാൻ വേദ ഭൂതാനി തം പരാധുര്യുഃ യോ അന്യത്രാത്മനഃ ഭൂതാനി വേദ സർവം തം പരാധാത് യോ അന്യത്രാത്മനഃ സർവം വേദ ഇദം ബ്രഹ്മ ഇദം ക്ഷത്രം ഇമേ ലോകാഃ ഇമേ ദേവാഃ ഇമാനി ഭൂതാനി ഇദം സർവം യദയമാത്മാ. ഒന്നുകൂടെ ചൊല്ലാം. ബ്രഹ്മതം പരാദാത് യോ അന്യത്ര ആത്മനഃ ബ്രഹ്മവേദ ക്ഷത്രം തം പരാദാത് യോ അന്യത്ര ആത്മനഃ ക്ഷത്രം വേദ ലോകാഃ തം പരാധുര്യുഃ യോ അന്യത്ര ആത്മനഃ ലോകാൻ വേദ ദേവാഃ തം പരാധുര്യുഃ യോ അന്യത്ര ആത്മനഃ ദേവാൻ വേദ ഭൂതാനി തം പരാധുര്യുഃ യോ അന്യത്രാത്മനഃ ഭൂതാനി വേദ സർവം തം പരാദാത് യോ അന്യത്രാത്മനഃ സർവം വേദ ഇദം ബ്രഹ്മ ഇദം ക്ഷത്രം ഇമേ ലോകാഃ ഇമേ ദേവാഃ ഇമാനി ഭൂതാനി ഇദം സർവം യഥയമാത്മാ. ഹരി ഓം. നമുക്ക് വ്യാഖ്യാനം നാളെ കാണാം. ഓം നമോ നാരായണ. ഓം നമോ ബ്രഹ്മാദിഭ്യോ ബ്രഹ്മവിദ്യാ സംവൃതായ കർത്തൃഭ്യോ വംശഋഷിഭ്യോ മഹദ്ഭ്യോ നമോ ഗുരുഭ്യഃ. സർവോപപ്ലവരഹിതഃ പ്രജ്ഞാനഘനഃ പ്രത്യഗർത്തോ ബ്രഹ്മൈവാഹമസ്മി. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തിഃ. ഹരിഃ ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരിഃ ഓം.